ഹലോ ഗൈസ്, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണേ. അയ്യോ, ബർത്ത്ഡേ ആയിട്ടില്ല, അതിന് ഞാൻ 1 മണിക്കൂറും കൂടി ഉണ്ട്. ആരും എന്തോ പ്ലാൻ മനസ്സിൽ കണ്ടിട്ടാണ് നൈറ്റ് റൈഡ് പോകാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ബർത്ത്ഡേസ്. അത് വലിയ ഗ്രാൻഡ് ആയിട്ടൊന്നല്ലെങ്കിലും ചെറിയ ചെറിയ സർപ്രൈസുകൾ എടുത്താൽ ഞങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യാറ്. ഇങ്ങനെ സർപ്രൈസ് ചെയ്യുന്നതിൽ ഞാനാട്ടോ കുറച്ച് ബെറ്റർ. കാരണം ആരും പ്ലാൻ ചെയ്യുന്നൊക്കെ എല്ലാ ബർത്ത്ഡേസിന്റെ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് പൊട്ടി പാളിസാവാറുണ്ട്. സോ ഇപ്രാവശ്യത്തെ പ്ലാനിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ആണത് ഈ നൈറ്റ് റൈഡ് എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്നത്. റിട്ടേൺ വീട്ടിലേക്ക് പോകുന്ന ടൈമിലാണത് ഈ ഒരു സർപ്രൈസ്. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. വീട്ടിലെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടാവുന്ന എനിക്കൊരു ഡൗട്ട് തോന്നിയിരുന്നു. പക്ഷെ പോകുന്ന വഴിയിൽ വെച്ച് ഇങ്ങനെ ഒരു സർപ്രൈസ് തരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ലായിരുന്നു. കാറിന്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് അമലു നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. നല്ല രസമില്ലേ കാണാനായിട്ട്. അങ്ങനെ ഞാൻ എന്റെ കേക്ക് ഒക്കെ കട്ട് ചെയ്തു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇവരൊക്കെ എന്തായാലും ഇവിടെ ഉണ്ടാകുമെന്ന്. പൊന്നും ബാബു ഒക്കെ വരുന്നില്ല എന്ന് എന്നെ വിശ്വസിപ്പിക്കാനായിട്ട് കുറെ കഷ്ടപ്പെട്ടു. പക്ഷെ അതൊന്നും എന്റെ അടുത്ത് ഏറ്റില്ല കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരുടെ കേസാണെങ്കിൽ എന്റെ എല്ലാ ബർത്ത്ഡേസിനും എന്റെ ഒപ്പം തന്നെ ഉണ്ടാവുന്നവരാണ് ഇവര്. ഭാഗ്യത്തിന് ഇപ്രാവശ്യം പ്രത്യേകിച്ച് പണിയൊന്നും കിട്ടിയില്ല കേട്ടോ. പുറത്ത് വെച്ച് കേക്ക് കട്ട് ചെയ്തോണ്ട് ഒരു കുളിപ്പിക്കൽ ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിച്ചത്. ഇതിനൊക്കെ മെയിൻ ആയിട്ട് ചുക്കാൻ പിടിക്കുന്ന അനന്തുവിന് വയ്യാത്തോണ്ട് മാത്രമാണ് അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. കാരണം കഴിഞ്ഞൊരു ബർത്ത്ഡേക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്പെഷ്യൽ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടി. എല്ലാരും കൂടെ ചേർന്ന് ഈ ഒരു ബർത്ത്ഡേ നൈറ്റ് എന്നെ ഹാപ്പി ആക്കി. അപ്പൊ എങ്ങനെയാ, നിങ്ങൾ എന്റെ ബർത്ത്ഡേ വിഷ് ചെയ്യില്ലേ?